ക്യാമറ കേക്കിന്റെ കഷ്ടമായിക്കോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. നമ്മുടെ മുത്തുമണികളെ നമ്മളൊന്ന് ഇതുണ്ടോ കണ്ടിട്ടുണ്ടെങ്കില് മാഷാ അല്ലാഹ് ഇതുണ്ടെങ്കില് പരിശുദ്ധ കുറച്ച് സ്വലാത്ത് ചൊല്ലണം, കുറച്ച് ദിക്ർ ചൊല്ലണം, എന്നിട്ട് അല്ലാഹുവോട് നമ്മൾ ദ്വാരക്കണം. ഓക്കെ, ഞാൻ ക്യാമറ ബാക്കോട്ട് ഇടുകയാണ്. നിങ്ങൾക്ക് നമ്മൾ നാടൊക്കെ കാണാലോ. ദുബായ് കണ്ടു വെച്ചാൽ കണ്ടിക്കുന്ന പറയാലോ അല്ലേ? ക്യാമറ നമുക്ക് എന്ത് ചെയ്യാം, നാടിങ്ങനെ കാണാം. യാത്രക്കാരൻ്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മൾ യാത്ര ചെയ്യാണ് വന്നിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. യാത്രക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലേ വണ്ടിയിലാണ്. അതുകൊണ്ടല്ലേ യാത്രയിൽ നമ്മൾ ദ്വാരക്കാൻ നിൽക്കണ്. നമ്മള് ഫാത്തിഹ ഓതിയ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുബായ് കണ്ട് സലാത്ത് അങ്ങനെ ചൊല്ലിക്കോളാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലണം. അതൊക്കെ റെഡിയല്ലേ? യാത്രക്കാരൻ്റെ ദുആക്ക് ഇജാബത്തുണ്ട്. ദുബായ് കാണണ്ട, ദുബായ് നിങ്ങൾ കാണണ്ട. നിങ്ങളെ കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ടില്ല ഞാൻ ദുബായിലുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കണ്ട. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ബുർജ് ഖലീഫ കാണണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് ഇതിൽ കൂടെ കാണൂല അല്ലേ? ചെറുതായിട്ടൊരു നമ്മളിപ്പോ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തൂലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്വലാത്ത് ചൊല്ലുക, കുറച്ച് ദിക്ർ ചൊല്ലുക. ഉണ്ടോ? എന്നിട്ട് അല്ലാഹുവിനോട് ദ്വാരക്കാൻ നമ്മളില്ലേ ഒന്ന് ആലോചിച്ചോക്കണേ. നമ്മൾ എത്ര കരഞ്ഞ് ദ്വാരന്നിട്ടുണ്ടോ ഒക്കെ അല്ലാഹ് നമുക്ക് ഫിദർ തന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു അല്ലേ? നോക്കാം നിങ്ങൾ ഈത്തപ്പനത്തോട്ടങ്ങള് എല്ലാരും ഇതാക്കട്ടോ. ഇത് അല്ലയിൽ നിന്ന് ഇല്ലേ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുബായ് കിലോമീറ്റർ 75 കിലോമീറ്റർ ഇവിടുന്ന് ദുബായിക്കുണ്ട്. കഴിഞ്ഞോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. അല്ലാഹു പിന്നെ ഇവിടെ ഇന്നലെ ആയിരുന്നു നോമ്പ്. നമ്മുടെ ഡ്രൈവർക്കൊക്കെ ഇന്നലെ നോമ്പ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് ഖുൽ ഹുവല്ലാഹ് ഓതണം. നമ്മൾ എന്ത് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് ഉത്തരം തന്നേക്കണം. എന്ത് ചോദിച്ചാലും ഖാലിഖായ പടച്ച റബ്ബ് നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവാസികൾക്കൊക്കെ അല്ലാഹു ഒരു വിഷമം അല്ലാഹു കൊടുക്കാതെക്കട്ടെ. ഒരു പ്രവാസിന്റെയും ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ അല്ലാഹു കൊടുക്കാതെക്കട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇപ്പൊ അടുത്ത ആഴ്ച വീണ്ടും പറഞ്ഞ ദുബായ് ഇടയ്ക്കിടയ്ക്ക് ഇൻഷാ അല്ലാഹ് ഒരു അങ്ങനെ വരും. ദുബായ് ഇൻഷാ അല്ലാഹ് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ കൂടെ പറപ്പിങ്ങൊക്കെ ഒരു 4 വിസ കിട്ടുമെന്ന്. ഒരുപാട് പരിചയക്കാരൊക്കെ അല്ലേ, അതും ഞാൻ ചിന്തിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് ആർക്കില്ലേ
നമ്മളെ കൊണ്ട് ഒരാളെ ഭക്ഷണം കഴിച്ച് പോയ റാഹത്തല്ലേ. അതല്ലേ നമുക്ക് കുറച്ച് ഇൻഷാ അല്ലാഹ് എൻ്റെ മകന് പണില്ല. ഇൻഷാ അല്ലാഹ് രണ്ടാങ്ങളുമാരും അള്ളാഹു പ്രവാസികൾ അള്ളാഹു കാക്കട്ടെ. എല്ലാ വിഷമമുള്ള മറ്റങ്ങൾ വരിക. ഞാൻ വരികയാണ്. ഞാനിപ്പോ 24 മണിക്കൂർ ആയിട്ടില്ല ഇവിടെ വന്നിട്ട്. ആയോ? ഇല്ല, ആയിട്ടില്ല. 10 മണിക്ക് ഇറങ്ങിയാ ഇന്നലെ. 24 മണി നേരെ ഇവിടെ വന്നു. കൂടപ്പറപ്പിങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഇരുന്നു.